അധികാരത്തിന്റെ ധാർഷ്ട്യത്തിന് മുന്നിൽ, ഡിജിറ്റൽ ചാരക്കണ്ണുകളുടെ നിരീക്ഷണ വലയത്തിന് മുന്നിൽ പൗരാവകാശങ്ങൾ പണയം വയ്ക്കാൻ ഞങ്ങൾ തയ്യാറല്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന സമാനതകളില്ലാത്ത ഒരു നിയമ പോരാട്ടത്തിനാണ് രാജ്യത്തിന്റെ പരമോന്നത കോടതി ഇന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനും ഡൽഹി പോലീസിനും നേരിട്ട വൻ തിരിച്ചടി. പ്രക്ഷോഭകാരികളുടെ സ്വകാര്യതയിലേക്ക്, അവരുടെ ബയോമെട്രിക് വിവരങ്ങളിലേക്ക് വഴിവിട്ട് കൈകടത്തിയ ഡൽഹി പോലീസിന്റെ നടപടിയെ ചോദ്യം ചെയ്ത് എ റഹീം MP നൽകിയ പൊതു താൽപര്യ ഹർജിയിൽ രാജ്യത്തിന്റെ പരമോന്നത കോടതി കേന്ദ്ര സർക്കാരിനും ഡൽഹി പോലീസിനും കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിന്റെ ഈ സുപ്രധാന നടപടി അക്ഷരാർത്ഥത്തിൽ കേന്ദ്ര ഭരണകൂടത്തിന്റെ സ്വേച്ഛാധിപത്യ നയങ്ങൾക്കേറ്റ കനത്ത പ്രഹരമാണ്. സമാധാനപരമായി തെരുവിൽ പ്രതിഷേധിച്ച CJP പ്രക്ഷോഭകർക്ക് നേരെ കേന്ദ്രം അഴിച്ചുവിട്ടത് കേവലം പെപ്പർ സ്പ്രേയോ ലാത്തിചാർജോ ആയിരുന്നില്ല. പകരം ഫാസിസത്തിന്റെ പുതിയ മുഖമായ ഡിജിറ്റൽ നിരീക്ഷണമായിരുന്നു. ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശ വിനിയോഗമാണ് സമരം ചെയ്യുക എന്നത്. എന്നാൽ ഈ സമരത്തിൽ പങ്കെടുത്ത സാധാരണക്കാരായ മനുഷ്യരുടെ, ചെറുപ്പക്കാരുടെ, സ്ത്രീകളുടെ മുഖവിവരങ്ങളും ബയോമെട്രിക് ഡാറ്റയും ഡൽഹി പോലീസ് അനധികൃതമായി ശേഖരിച്ചു. ഇതിന് എന്ത് നിയമപരമായ അടിത്തറയാണുള്ളത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ പോലീസോ ഭരണകൂടമോ ഇതുവരെ തയ്യാറായിട്ടില്ല. അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രൻ മുഖേന എ റഹീം MP സമർപ്പിച്ച ഹർജി വിരൽ ചൂണ്ടുന്നത് കേവലം ഒരു സമരത്തിലെ പോലീസിന്റെ അതിക്രമത്തിലേക്ക് മാത്രമല്ല, മറിച്ച് ജനാധിപത്യത്തിന്റെ ജീവവായുവായ സ്വകാര്യതയെ അറുത്തുമാറ്റുന്ന കേന്ദ്ര നയങ്ങളിലേക്കാണ്. ഫേഷ്യൽ റെക്കഗ്നീഷൻ സിസ്റ്റം വഴി വ്യാജ പോസിറ്റീവ് മാച്ചുകൾ സൃഷ്ടിക്കപ്പെട്ട് കളങ്കമറ്റ നിരപരാധികൾ ജയിലറകൾക്കുള്ളിലാക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന റഹീം MPയുടെ വാദം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനുള്ള മുന്നറിയിപ്പാണ്. അതിലുമുപരി സാധാരണക്കാരായ പൗരന്മാരുടെ ഈ അതിരഹസ്യ ബയോമെട്രിക് വിവര സ്വകാര്യം കോർപ്പറേറ്റ് കമ്പനികളുടെ കൈകളിലേക്ക് ചോർന്നു പോകുന്നു എന്ന വസ്തുത രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ അപകടത്തിലാക്കുന്ന ഒന്നാണ്. ഇത് കേവലം ഒരു ഹർജി മാത്രമല്ല, ഇന്ത്യ സഖ്യം ഇന്ത്യയിലെ ഓരോ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തുന്ന ശക്തമായ പ്രതിരോധത്തിന്റെ ഏറ്റവും പുതിയ തന്ത്രപരമായ നീക്കമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം നയങ്ങൾക്കെതിരെ ഇന്ത്യ സഖ്യം ഒന്നടങ്കം നിലയുറപ്പിച്ചിരിക്കുകയാണ്. തങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ ഭയപ്പെടുത്താൻ, അവരുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ച് ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കേന്ദ്രം നോക്കുമ്പോൾ അതിനെ ഭരണഘടനാപരമായ മാർഗങ്ങളിലൂടെ തന്നെ തകർത്തെറിയുകയാണ് ഇന്ത്യ സഖ്യം. CJP സമരത്തിന് നേരെ കേന്ദ്രം അഴിച്ചുവിട്ട ആക്രമണങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഈ ജനവിരുദ്ധ നയങ്ങളും ഒടുവിൽ പരമോന്നത കോടതിയുടെ തിണ്ണയിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ തകരുന്നത് ഭരിക്കുന്നവരുടെ അഹങ്കാരമാണ്. സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ CJP സമരക്കാർക്ക് മാത്രം ലഭിച്ച നീതിയല്ല, പകരം ഈ രാജ്യത്ത് സ്വതന്ത്രമായി ശ്വസിക്കാൻ, ഭരണകൂടത്തിനെതിരെ വിയോജിപ്പ് രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഓരോ പൗരനും ലഭിച്ച ജനാധിപത്യപരമായ വലിയൊരു വാഗ്ദാനമാണ്. സമാധാനപരമായ പ്രതിഷേധങ്ങളെ പോലും ക്രിമിനൽ കുറ്റമായി ചിത്രീകരിക്കാൻ ബയോമെട്രിക് വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന ഡൽഹി പോലീസിന്റെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും കറുത്ത കരങ്ങളെ ഇല്ലാതാക്കാൻ ഈ നിയമ പോരാട്ടത്തിന് സാധിക്കും. സമരവുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാന ഹർജികൾക്കൊപ്പം ഈ കേസും പരിഗണിക്കാൻ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് തീരുമാനിച്ചത് കേന്ദ്രത്തിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. നിയമത്തിന് മുകളിലല്ല ഒരു ഭരണകൂടവും. ജനങ്ങളുടെ ശബ്ദത്തെ തോക്കുകൾ കൊണ്ടും ഡിജിറ്റൽ ക്യാമറകൾ കൊണ്ടും അടിച്ചമർത്താമെന്ന് കരുതുന്ന കേന്ദ്ര സർക്കാരിന് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ജനവികാരം ഇരമ്പിയാർക്കുമ്പോൾ നീതിയുടെ വാളുമായി രാജ്യത്തെ കോടതികളും ജനങ്ങളും മുന്നിലുണ്ടാകും. ഇന്ത്യ സഖ്യത്തിന്റെ ഈ നിർണായക നീക്കം കേന്ദ്രത്തിന്റെ ഏകാധിപത്യ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ കരുത്തു പകരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.